ഇപ്പം ഇതിൽ തന്നെ മാരാർ ലൈവിൽ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് അനീഷിന് അനുകൂലമായിട്ടൊരു സാഹചര്യത്തിനെ തൊപ്പി വന്ന് അത് അനുമോൾക്ക് അനുകൂലമായിരുന്ന രീതിയിലേക്ക് മാറ്റി. പുറമേ നിന്ന് ഈ ഷോ കാണാത്ത ആൾക്കാർ വന്ന് വോട്ട് ചോദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനർത്ഥം പണമാണെന്ന് മനസ്സിലാക്കുക. പൈസ മേടിക്കുന്ന നീ കണ്ടോ? നിന്റെ തെളിവുണ്ടോടാ? ഈക്വൽ അനീഷ് തൂക്കണം, കപ്പ് അനീഷ് തൂക്കണം. അതൊന്നും പ്രശ്നമില്ല, ഞാനില്ലേ നിന്റെ കൂടെ. നമ്മൾ മാക്സിമം ട്രൈ ചെയ്തു. ശരിയാണ്, അനീഷ് ജയിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം ട്രൈ ചെയ്തു. നടന്നില്ല. അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു. എങ്കിൽ പിന്നെ നീ ഒന്ന് അനീഷിനെ ജയിപ്പിക്ക്. അനീഷിന് ചിലപ്പോൾ തലേ ദിവസം വരെ വോട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരുത്തൻ ചിലപ്പോൾ നാളെ തൊട്ട് അനുമോൾക്ക് വോട്ട് കൊടുത്തേക്കാൻ തീരുമാനിക്കും. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നല്ലോ ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ നമ്മളെപ്പോഴും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളെ പുച്ഛിക്കാൻ പാടില്ല. അപ്പം ബിഗ് ബോസ് ഓഡിയൻസിനെ പുച്ഛിച്ചത് തൊപ്പിയാണ്. അവിടെയാണ് ഈ ഇപ്പം അത് നമ്മൾ പണം ഇറക്കി തെരഞ്ഞെടുപ്പ് ജയിക്കാൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്നൊരു സാധനം ൊന്നുമില്ല. പക്ഷെ തൊപ്പിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഞാൻ തൊപ്പി പൈസ മേടിച്ചിട്ടാണ് ജിൻഡോയ്ക്ക് വോട്ട് ചെയ്തതെന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയതാ. കഴിഞ്ഞ വർഷം തൊപ്പി വോട്ട് ചോദിച്ചത് ജിൻഡോയ്ക്ക് വേണ്ടിയായിരുന്നു. അതെങ്ങനെയാണ് ആ വോട്ട് തൊപ്പി ചോദിക്കാനുണ്ടായ കാരണമെന്നത് എനിക്കന്ന് അറിയാം, എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ അതിലെ തോൽവി സംഭവിച്ചപ്പോൾ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്ത മത്സരത്തിൽ തോറ്റപ്പോഴും അല്ലാത്ത എതിർകക്ഷി വിജയിച്ചപ്പോഴും കൃത്യമായിട്ട് ന്യായീകരിക്കാൻ നിൽക്കാത്തൊരു സംഭവം കണ്ടു. അല്ല, ഞാൻ പറയാം, ന്യായീകരിക്കാൻ എക്സ്ക്യൂസ് പറയാനില്ല. തോൽവി നമ്മൾ സമ്മതിക്കും, അതല്ല, അത്രേ ഉള്ളൂ. അനുമോൾ വിന്നർ ആവണമെന്നുള്ള ആഗ്രഹമാണ് നടന്നത്. അല്ലെങ്കിൽ പരസ്യമായിട്ട് തൊപ്പി സംസാരിക്കേണ്ടായിരുന്നു. അഖിൽമാരാർ സപ്പോർട്ട് ചെയ്യുന്ന അനുമോൾ വിജയിക്കുന്നു, ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന അനീഷ് വിജയിക്കോ എന്നുള്ളത് നമുക്ക് നോക്കാം എന്ന് പറയുന്നിടത്ത് ഒരു വാശി വരുന്നുണ്ട്. അതൊക്കെ അന്ന് കഴിഞ്ഞു പോയ സംഭവം, അത് വിടുക. വേറെ വല്ലതും ഉണ്ടോ ചോദിക്കുക.